കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ജുഡീഷ്യൽ അന്വേഷണമാണ്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണ് ഇതിൽ കിട്ടാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ ത്രിതല അന്വേഷണം അത് താല്പര്യമില്ല? അത് വെറുതെ ഇപ്പോൾ വേണമെങ്കിൽ ADGPയെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താം, അതിനൊരു നിയമ തടസ്സവുമില്ല. പക്ഷേ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി അടുത്ത ഒരു അന്വേഷണം വരുന്നു, അത്രയേ ഉള്ളൂ എന്ന് കാണുന്നത്. നോക്കൂ മഞ്ജുഷേ, ഈ അന്വേഷണം പറഞ്ഞ തുടരന്വേഷണം എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? അതിങ്ങനെ തുടർക്കഥ പോലെ നീണ്ടു പോകും, അതിന് അന്ത്യം ഉണ്ടാവില്ല. ഇത് വെറുതെ CPI-ക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണമാണ്, ത്രിതല അന്വേഷണം. സത്യം തൃശ്ശൂർക്കാർ ആ അന്വേഷണം നാളെ പത്രത്തിൽ വായിച്ച് ചിരിക്കും. ഇതൊരു SP അന്വേഷിച്ച് തീരുമാനിക്കേണ്ട വസ്തുതയേ ഉള്ളൂ. അതായത് തൃശ്ശൂരിന്റെ പൂരം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൽ വന്ന പാളിച്ചയാണ് അടിസ്ഥാനപരമായ കാര്യം. അത് രാഷ്ട്രീയ കക്ഷികളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഗൂഢാലോചനയ്ക്ക് ഉന്നയിച്ചു. അപ്പൊ ഗൂഢാലോചന ഉന്നയിച്ച കൂട്ടത്തില് CPI ഉണ്ട്, കോൺഗ്രസും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞത് ഗൂഢാലോചന പുറത്തു വരണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതങ്ങനെ നടത്തുന്നെങ്കിൽ അവർക്ക് നടത്താം. പക്ഷെ ഇത് തൃശ്ശൂർ പൂരത്തെ വെറുതെ ഈ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടേതായ നിഗമനത്തിലെത്തുന്നുണ്ട്. പക്ഷെ വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തിൽ പോലീസ് പ്രശ്നം ഉണ്ടാകാറുണ്ട്. അത് UDF ഭരിക്കുമ്പോഴുണ്ട്, LDF ഭരിക്കുമ്പോഴുണ്ട്. ഇന്നിപ്പോ മുഖ്യമന്ത്രി പൂരത്തെ കുറിച്ച് ഒരുപാട് നീട്ടി കഥകളും പഴങ്കഥകളും ഒക്കെ പറഞ്ഞു കേട്ടു. ഒരു മന്ത്രിസഭ എന്തായാലും അതൊന്നും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം 2 മണിക്കൂർ ഉണ്ടായി എന്ന് വരുത്താൻ വേണ്ടി നീട്ടി കൊണ്ടുപോയതാകാനേ സാധ്യതയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ അന്വേഷണം എത്താൻ പോകുന്നില്ല. അവര് നിങ്ങൾ മറന്നുപോയ ഒരു കാര്യം ഞാൻ പറയാം. അഴീക്കോടൻ ദിനാനന്ദത്തില് തൃശ്ശൂരിലെ പൂരപ്പറമ്പ്, അതായത് തൃശ്ശൂർ പൂരം നടക്കുന്ന തേക്കിൻകാട് മൈതാനം, ആ പൂരപ്പറമ്പിൽ മുഖ്യമന്ത്രിയാണ് പ്രസംഗിച്ചതിന്റെ പൂര അലങ്കോലപ്പെടുത്താൻ ശ്രമം നടന്നത്. അതിന്റെ എങ്ങാണ്ടാണ് റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്ന കാര്യം, അതെ റിപ്പോർട്ട് ആരും കണ്ടിട്ടില്ല, പുറത്തു വന്ന കാര്യം തിരുവമ്പാടി ദേവസ്വത്തിന്റെ തലയിലേക്ക് ഇട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. കാരണം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി എന്ന് പറയുന്നത് ഗിരീഷ് കുമാർ, അദ്ദേഹം കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ്, UDF-ന്റെ നിയോജകമണ്ഡല ചെയർമാൻ ഒക്കെയാണ് ആയിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു, UDF നിയോജകമണ്ഡല ചെയർമാനാണ്. അപ്പൊ അത് തിരുവമ്പാടിക്കാരാണ് ഈ പൂരം നിർത്തുന്നത് പ്രഖ്യാപിച്ചത്. ഈ പൂരം നിർത്തുക എന്നൊക്കെ പറഞ്ഞ എന്താ അറിയാമോ? വൈകാരികമാണ്, ആ സമയത്ത് എടുക്കുന്ന തീരുമാനമാണ്. അതല്ലാതെ അത് ആലോചിച്ചിട്ടൊന്നുമല്ല. കാരണം പോലീസ് പൂരം നടത്താൻ സമ്മതിക്കില്ലെങ്കിൽ ആ നിമിഷം പൂരം നിർത്തുന്ന പ്രഖ്യാപിക്കാറുണ്ട്, നിർത്താറില്ല, അത് പ്രഖ്യാപിക്കാറുണ്ട്. ഇത്തവണ പക്ഷെ തടസ്സപ്പെട്ടു. ആ നിർത്തിയ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ വേറെ വിഷയങ്ങളാണ്. കാരണം വൈകാരികമായ തീരുമാനങ്ങൾ നമ്മൾ പിന്നീട് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ അന്വേഷണം എങ്ങും എത്താൻ പോകുന്നില്ല. അപ്പൊ ഇന്നലെ CPI-യുടെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കൂടി ഞാൻ ഒന്ന് വിശദീകരിച്ച് പറയാം. അതായത് അദ്ദേഹം പറഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം വിട്ടുപോയി. ഞാൻ കേൾക്കാത്തതാണോ അതോ പറയാത്താണോ എനിക്കറിയാൻ വയ്യ. 2020 പൂരം അലങ്കോലപ്പെട്ടതിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. അന്ന് നായനാർ ഭരിക്കുമ്പോഴ് ശശി അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി, നായനാർ ഭരിക്കുമ്പോഴ് ഇതുപോലെ തന്നെ പോലീസിന്റെ വിവരക്കേടുകൊണ്ട് ലാത്തിചാർജ് ഉണ്ടായി, ഭീകരമായ ലാത്തിചാർജ്. പൂര സെക്രട്ടറിക്കും പ്രസിഡന്റും ഒക്കെ പരിക്കേറ്റു. അന്ന് പക്ഷെ ഇലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് വലിയ വിഷയമായില്ല, പത്രങ്ങൾ മാത്രം എടുത്ത് അവസാനിപ്പിച്ചു. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന വാരിജാഷനാണ്. വാരിജാഷന റിപ്പോർട്ട് കൊടുത്ത DYSP സസ്പെൻഡ് ചെയ്ത് പ്രശ്നം തീർന്നു. അതുപോലെ ഒന്നും ഇവിടെ. പക്ഷെ ഇതിപ്പോ റിപ്പോർട്ട് എങ്ങനെയാ വരികയെന്ന് വെച്ചാല് ഇത് SP-ക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷനൊക്കെ എന്തോ വീഴ്ച പറ്റി, അത് നിരീക്ഷിക്കുന്നതിൽ ADGP-ക്ക് വീഴ്ച പറ്റി എന്നൊക്കെ പറഞ്ഞു റിപ്പോർട്ട് ഉണ്ട്. അങ്ങനെയല്ലോ അനിൽകുമാർ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഇതിൽ ADGP-ക്കെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന എന്താണ്? MR അജിത് കുമാറിനെതിരെ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി, അങ്ങനെ പൂരം അലങ്കോലമാക്കുന്നതിനെ കുറിച്ചുള്ള ഗൂഢാലോചന അവിടെ വന്നു, അങ്ങനെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയിക്കുവാനുള്ള ഒരു പ്ലോട്ട് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണല്ലോ അനിൽ പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഈ റിപ്പോർട്ടിൽ സംഘപരിവാറിനെതിരെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ ആൾ തന്നെ, ഇതേ ADGP തന്നെ എങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുക എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, സംഘപരിവാറിനെതിരായിട്ടുള്ള റിപ്പോർട്ടാണെന്നുള്ള ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. പുറത്തു വന്നത് വേറെ രീതിയിലാണ്. അതുകൊണ്ട് തിരുവമ്പാടി ദേവസ്വം യോഗം ചേർത്ത് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അവരുടെ ഈ പൊതുയോഗം ഉണ്ടായത് അവരതിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. കാരണം അവരുടെ തലയ്ക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കാന്നുള്ള രീതിയിൽ. അതിന് മുഖ്യമന്ത്രിക്ക് ഒരു ക്ലൂ കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ പാറമേക്കാവ് ദേവസ്വത്തിന്റെ സെക്രട്ടറി പറഞ്ഞു പൂരം നിർത്തിയത് ഞങ്ങളല്ല, ഞങ്ങൾ പൂരം നടത്തി എന്നൊരു വാദം അദ്ദേഹം പറഞ്ഞു. അതൊന്ന് പിടിച്ചിട്ടാണ് അത് തീർക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് പുലിവാലാകുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തുടരന്വേഷണം. അത് 3 ഘട്ട അന്വേഷണം. 3 ഘട്ട അന്വേഷണം കഴിയുമ്പോഴേക്കും 3 കൊല്ലം കഴിഞ്ഞ് മന്ത്രിസഭയിൽ പോകേണ്ടി വരും. അത്രേ ഉള്ളൂ വിഷയം. പക്ഷെ ഇതിലിപ്പോ രസം എന്താ വെച്ചാല് CPI-ക്കാരെ ഏത് ശീതളപാനീയം കൊടുത്തിട്ടാണ് ഈ CPM മയക്കി കെടുത്തിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇന്നലെ എന്തായാലും പാർട്ടി സെക്രട്ടറിയും അതുപോലെ നേതാക്കളും ഒക്കെ AKG സെന്ററിൽ ചർച്ചയ്ക്ക് പോയിരുന്നു. ഇന്ന് തിരിച്ചു വന്നിട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു 3 തുടരന്വേഷണം ഉണ്ടെന്നുള്ളത്. അപ്പൊ CPI-ക്ക് ഇതുകൊണ്ട് മതിയായോ?
ഈ വിഷയം ഇല്ല, സി പി ഐക്ക് അതിൽ മതിയായില്ല എന്നാണ് ഇന്നത്തെ CPI എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം അറിയിച്ചത്. ADGPയെ മാറ്റും എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാൻ പറഞ്ഞിരിക്കുകയാണെന്നാണ്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ സമഗ്രമായ ഒരു അന്വേഷണമുണ്ടല്ലോ, നേരത്തെ 30 ദിവസം മുൻപ് പ്രഖ്യാപിച്ച അന്വേഷണം, അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം പ്രഖ്യാപിച്ച അന്വേഷണം, 30 ദിവസത്തെ സമയമായിരുന്നുവല്ലോ അന്വേഷണത്തിന്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് നടപടിയെടുക്കാം എന്നുള്ള കാര്യം CPIയെ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. അത് വിശ്വസിച്ചിപ്പോൾ CPI ഇരിക്കുകയാണ്. ശ്രീ സലീം മടവൂർ, താങ്കളുടെ പാർട്ടിയും